അസ്സാം വലൈക്കും, വെൽക്കം ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 3 ഗണിതം ഭാഗം 1 എന്നുള്ളതാണ്. നമ്മൾ SCERT ടെക്സ്റ്റാണ് നോക്കുന്നത്, അതായത് കേരള സിലബസ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ 1 മുതൽ 8 വരെയുള്ള എല്ലാ സബ്ജക്റ്റുകളും കവർ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ആനുവൽ എക്സാമിൻ്റെ മുമ്പായിട്ട് നമ്മളെല്ലാം കവർ ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് സ്റ്റാൻഡേർഡ് 3യുടെ മാത്സ് ആണ്. അപ്പം നമ്മൾ മലയാളം ടെക്സ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ടെക്സ്റ്റ് വേണം എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഉള്ളടക്കമാണ്. ഉള്ളടക്കത്തിൽ നമ്മൾ വരുന്നത് ഫസ്റ്റ് പാർട്ടിൽ 6 പാഠങ്ങളാണ് വരുന്നത്. 6 പാഠങ്ങളിൽ ഫസ്റ്റത്തെ പാഠം എന്ന് പറയുന്നത് രൂപങ്ങൾ വരയ്ക്കാം, രണ്ടാമത്തെ പാഠം സംഖ്യകൾ കൂട്ടുകാർ, മൂന്നാമത്തെ പാഠം 1000, നാലാമത്തെ പാഠം കൂട്ടുകൂടാം, അഞ്ചാമത്തെ പാഠം അളന്നു കുറിക്കാം, ആറാമത്തെ പാഠം കൂട്ടി. അപ്പം ഇതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ LP സെക്ഷനിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് ചാപ്റ്ററിൽ കാര്യമായിട്ടൊന്നും പഠിക്കാനുണ്ടാവില്ല. അളവുകളെ കുറിച്ച് അല്ലെങ്കിൽ സിമ്പിളായിട്ട് രൂപങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്റർ പഠിക്കുന്നത് രൂപങ്ങൾ വരയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ രൂപങ്ങൾ ഏതൊക്കെയാണ്. നിങ്ങളൊന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ് രൂപങ്ങൾ? കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം എനിക്കറിയുന്ന രൂപങ്ങൾ ഞാൻ പറയട്ടെ. സ്ക്വയർ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്, ഇതൊക്കെയല്ലേ. ഇനി കൂടുതൽ രൂപങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പേജൊക്കെ ഉണ്ട്. സെക്കൻഡ് നമുക്ക് ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രവേശനോത്സവമാണ്. അനുവും സുബിയും 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പ്രവേശനോത്സവത്തിന് അവരുടെ സ്കൂൾ അലങ്കരിച്ചിരിക്കുന്നു. തോരണത്തിന് നിറം കൊടുത്ത് ചിത്രം ഭംഗിയാക്കൂ. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ തോരണങ്ങൾക്കൊക്കെ കളർ കൊടുക്കണം. ശേഷം തോരണങ്ങളുടെ രൂപങ്ങൾ നോക്കണം. ഓരോ രൂപത്തിലും എത്ര തോരണങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങൾ കാണുന്നുണ്ടല്ലേ, അതൊക്കെ എണ്ണീട്ട് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് താഴെ ബോക്സിൽ എഴുതണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോന്ന് ആൻസർ ഇങ്ങനെ എഴുതുമ്പോൾ ഓരോന്ന് പ്രവർത്തനം 1 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ആരാണ് നല്ല കുട്ടികൾ നോക്കട്ടെ, എല്ലാം തെറ്റാണ്ട് ചെയ്യുന്നവർ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആശംസ കാർഡാണ്. ഈ വർഷം പുതുതായി വന്ന വിധുവിന് ആശംസ കാർഡ് കൊടുക്കണം. സുബിയും കൂട്ടുകാരും പൊട്ടുകൾ ഒട്ടിച്ച് ചിത്രങ്ങൾ വരച്ചും കാർഡ് തയ്യാറാക്കുകയാണ്. നിങ്ങളും സഹായിക്കൂ. നമുക്കപ്പോൾ ഒരു ഫ്ലവറും ലീഫൊക്കെ ഉണ്ടാക്കിയാലോ? അതെങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് ചെയ്യാം. അപ്പം ചിത്രത്തിലെ പൊട്ടിനോട് ചേർന്ന് ചുറ്റും അതേ വലുപ്പത്തിൽ എത്ര പൊട്ടുകൾ ഒട്ടിക്കാൻ കഴിയും? നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത് എഴുതാം. അതുപോലെ തന്നെ പൊട്ടുകൾ ഒട്ടിച്ചിട്ട് നമുക്ക് കിട്ടിയ എണ്ണം എഴുതാം. ആദ്യം നമ്മുടെ ഊഹങ്ങൾ ഏകദേശം എഴുതണം. ശേഷം നമ്മൾ പൊട്ടുകൾ ഒട്ടിച്ച് നോക്കിയിട്ട് എഴുതണം. ഈ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. അപ്പോഴാണ് നിങ്ങളുടെ പ്രക്രിയ ശേഷികൾ വളരുള്ളൂ. ഞാൻ LP ക്ലാസ്സിലെ കുട്ടികളോട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ മുതിർന്നവരോടാണ് സംസാരിക്കുക. മുതിർന്നവരാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വട്ടങ്ങൾ ഉപയോഗിച്ച് ഒരു ചിത്രം തന്നിരിക്കുന്നത് നോക്കൂ. ആ ചിത്രത്തിന് നിറം കൊടുക്കണം. ഇതുപോലെ വട്ടങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു ചിത്രം രൂപീകരിക്കണം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കളർ കൊടുക്കണം. അതുപോലെ തന്നെ വേറൊരു ചിത്രം നിങ്ങൾ ഉണ്ടാക്കണം അമ്മമാരുടെ സഹായത്തോടെ കേട്ടോ. എങ്ങനെയാണ് വട്ടം വരച്ചത്? മറ്റെന്തൊക്കെ രീതിയിൽ വട്ടം വരയ്ക്കാം? ഈ കാര്യങ്ങൾ നിങ്ങളുടെ മാത്സ് ഡയറിയിൽ നിങ്ങൾ എഴുതി വയ്ക്കുക. മാത്സ് ഡയറിയിലല്ലാതെ തന്നെ ഒരു റഫ് ബുക്ക് എടുത്തിട്ട് അതിൽ എഴുതി വയ്ക്കുക കേട്ടോ. തോണിയിൽ എന്തൊക്കെ? വിധുവിന് ആശംസാ കാർഡ് ഇഷ്ടപ്പെട്ടു. അവൻ തൻ്റെ കയ്യിലുള്ള തോണി അവർക്ക് കൊടുത്തു. അപ്പം തോണി എങ്ങനെ ഉണ്ടാക്കുക നിങ്ങൾക്കറിയോ? തോണി ഉണ്ടാക്കാൻ തോണിയിൽ ഏതെല്ലാം ഷേപ്പുകളുണ്ട് നിങ്ങൾക്കറിയോ? തോണി നിവർത്തിയൊന്ന് നോക്കൂ. അതിൽ എന്തെല്ലാം രൂപങ്ങളുണ്ട്? രൂപങ്ങളുടെ എണ്ണം എഴുതി പട്ടിക പൂർത്തിയാക്കുക. ഏതൊക്കെ രൂപങ്ങളുണ്ട്, എത്ര രൂപങ്ങൾ വെക്കുമ്പോഴാണ് ഒരു തോണി ആവുന്നതെന്നൊക്കെ എഴുതുക കേട്ടോ. കടലാസ് നിവർത്തി മടക്കുകളിലൂടെ മുറിച്ച് കിട്ടിയ രൂപങ്ങൾ നോട്ട് ബുക്കിൽ ഒട്ടിച്ചത് നോക്കൂ. ഇതുപോലെ പല രീതിയിൽ ഒട്ടിച്ച് വേറെ ചിത്രങ്ങൾ ഉണ്ടാക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാനറിയോ? അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പ്രക്രിയാശേഷികളിലൂടെ നിങ്ങൾ കടന്നു പോകണം കേട്ടോ. കുഞ്ഞു കാര്യങ്ങളല്ലേ. അടുത്തതെന്ന് പറയുന്നത് ഇതുപോലെ ഒരു ചതുരം 2ആയി മുറിച്ചെടുത്ത് വശങ്ങൾ പല വിധത്തിൽ ചേർത്ത് വെച്ച് നോക്കൂ. എന്തെല്ലാം രൂപങ്ങൾ ഉണ്ടാക്കാം. ഇനി 4ആയി മുറിച്ചെടുത്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു നോട്ട്ബുക്കിൻ്റെ പേജ് വേണ്ട, ഒരു A4 ഷീറ്റ് എടുത്തിട്ട് 2ആയി മുറിക്കണം. അതുപോലെ തന്നെ 4ആയി മുറിച്ചിട്ടും ചെയ്ത് നോക്കണം. നിങ്ങൾ മുറിക്കുമ്പോൾ കത്രിക യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മമാരുടെ സഹായത്തോടു കൂടി മാത്രം ചെയ്യണേ. ഇനി നമുക്ക് രൂപങ്ങൾ ഉണ്ടാക്കാം. അനുവും കൂട്ടുകാരും ഈർക്കിൽ കഷ്ണങ്ങൾ വെച്ച് ചതുരം, ത്രികോണം എന്നിവ ഉണ്ടാക്കുകയാണ്. ഒരേ നീളമുള്ള 24 ഈർക്കിൽ കഷ്ണങ്ങൾ ഉപയോഗിച്ച് ചതുരങ്ങളും ത്രികോണങ്ങളും ഉണ്ടാക്കൂ. എണ്ണം പട്ടികയിൽ എഴുതൂ. രൂപം ത്രികോണം, എത്ര ത്രികോണം? 24 ഈർക്കിൽ കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ടാക്കാം. അതുപോലെ തന്നെ ചതുരം എത്ര എണ്ണം ഉണ്ടാക്കാമെന്ന് എഴുതണം കേട്ടോ. അതുപോലെ തന്നെ ത്രികോണം, നമുക്ക് കിട്ടിയ ഷേപ്പ് ഉണ്ടാക്കിയ ത്രികോണമില്ലേ, അത് നമ്മൾ ആ ചതുരത്തിൽ എഴുതി ചേർക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ
ടൈലിലെ ചിത്രങ്ങൾ. വിദ്യാലയത്തിൽ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച് നൽകിയ സ്മാർട്ട് ക്ലാസ് മുറിയുടെ തറയിൽ ടൈൽ പതിച്ചിട്ടുണ്ട്. നന്നായിട്ടില്ലേ? ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല ഭംഗിയില്ലേ കാണാൻ? കുട്ടികൾ നിറം വരച്ച് നൽകിയ ടൈൽ ഡിസൈനുകൾ നോക്കൂ. അനു വരച്ചത്, സുബി വരച്ചത്, വിധു വരച്ചത്. ചുവടെ തന്നിട്ടുള്ള കുത്തുകൾ യോജിപ്പിച്ച് ഒരു ടൈൽ ഡിസൈൻ തയ്യാറാക്കി നിറം കൊടുക്കൂ. കുത്തുകൾ എങ്ങനെയാണ് ചേർത്ത് വരയ്ക്കുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ നമ്മൾ ഈ കുത്തുകളിലൂടെ ഇതുപോലെ ടെസ്ലേഷൻ പോലുള്ള ചിത്രങ്ങൾ വരച്ചിട്ട് ഭംഗിയാക്കിയിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. നമ്മൾ നോട്ട്ബുക്കിലും റഫിലൊക്കെ ഒരുപാട് തവണ വരച്ചാൽ നമുക്ക് നമ്മുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കാൻ പറ്റും. കുത്തികളിട്ട വരയിലൂടെ മുറിച്ചാൽ കിട്ടുന്ന രൂപം ഏതാണ്? അപ്പം ഒരു സ്ക്വയർ തന്നിട്ടുണ്ട് അല്ലേ? സ്ക്വയറിനെ വരയ്ക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു ട്രയാങ്കിൾ കിട്ടും. അതുപോലെ തന്നെ വേറൊരു സ്ക്വയറും കൂടി തന്നിട്ടുണ്ട്. ഇത് വരയ്ക്കുമ്പോൾ കിട്ടുന്നത് റെക്റ്റാങ്കിളാണ്. പിന്നെ അടുത്തത് തന്നിട്ടുള്ളത് വരയ്ക്കുമ്പോൾ കിട്ടുന്നതും ഒരു റെക്റ്റാങ്കിളാണ് അല്ലേ? താഴെ തന്നിട്ടുള്ള രൂപങ്ങൾ ഒരു വര വരച്ച് 2 ത്രികോണം ആക്കുക. വരച്ചു നോക്കൂ. കഴിയാത്തവ ഏതെല്ലാം? അപ്പം എയിൽ പറ്റും, ബിയിൽ പറ്റും, സിയിൽ പറ്റും, ഡിയിൽ പറ്റുമോ? ഒരു വര വരച്ചാൽ ഇല്ല അല്ലേ? പറ്റില്ല. ഡിയിലും ഇയിലും പറ്റില്ല. അപ്പം കഴിയാത്തവ ഡിയിലും ഇയിലും ടിക്കിട്ട് വയ്ക്കുക. കഴിയാത്തവ. അടുത്തതാര്? ഈ രൂപത്തിലുള്ള വേറെ പാറ്റേണുകൾ വരയ്ക്കുക. നിങ്ങൾക്ക് അറിയുന്ന പാറ്റേണുകളൊക്കെ വരച്ചിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ അയക്കണേ. ചുറ്റുപാടും കാണുന്ന രൂപങ്ങൾ. ചിത്രത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള എന്തെല്ലാം രൂപങ്ങളുണ്ട്? ഏതെല്ലാം രൂപങ്ങളുണ്ട്? നിങ്ങളൊന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുമോ? പേജ് നമ്പർ 14 ചുറ്റുപാടും കാണുന്ന രൂപങ്ങൾ എന്ന് കൊടുത്തിട്ട് അതിൻ്റെ താഴെ ഏതെല്ലാം രൂപങ്ങളാണ്, എത്ര എണ്ണം ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സ്കൂളിലും പരിസരത്തും താഴെ പറയുന്ന ആകൃതിയിലുള്ള വസ്തുക്കൾ പട്ടികപ്പെടുത്തുക. ഏതൊക്കെ നമ്മുടെ സ്കൂളിൽ? റൗണ്ട് ഉണ്ട്, സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്. പിന്നെ അതെല്ലാം ഉള്ളത് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. മരക്കട്ട രൂപങ്ങൾ. അനുവും കൂട്ടുകാരും മരക്കട്ടകൾ ഉപയോഗിച്ച് രൂപങ്ങൾ ഉണ്ടാക്കി കളിക്കുകയാണ്. നിങ്ങളും ഇങ്ങനെ കളിക്കുക. ആരാണ് ഏറ്റവും ഉയരത്തിൽ അടുക്കിയത്? അപ്പം നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കണ്ടിട്ട് എന്താ തോന്നുന്നത്? അത് നിങ്ങൾ പറയണം കേട്ടോ. ആരായിരിക്കും? ഇനി നമുക്ക് അടുത്ത ഒരു പ്രവർത്തനം നോക്കാം കേട്ടോ. ചതുരക്കട്ടയുടെയും ഗോളത്തിൻ്റെയും ആകൃതിയിലുള്ള വസ്തുക്കളുടെ പേരെഴുതുക. ചതുരക്കട്ടയുടെ ആകൃതിയിലുള്ളത് എന്തൊക്കെയാ? ഇഷ്ടികയില്ലേ? അതുപോലെ തന്നെ സ്കെയിലില്ലേ? പിന്നെന്താ? ഒരു 5 സാധനങ്ങളുടെ പേര്, വസ്തുക്കളുടെ പേര് നിങ്ങൾ ലിസ്റ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഗോളങ്ങളുടെ ഷേപ്പിലുള്ളത് എന്തൊക്കെയാണുള്ളത്? സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, പിന്നെന്തൊക്കെയാണുള്ളത്? നിങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്തിട്ട് പറയണേ. വെജിറ്റബിൾ പ്രിൻറ്റിങ്. പ്രവൃത്തി പരിചയ മേളയിലെ വെജിറ്റബിൾ പ്രിൻറ്റിങ് മത്സരത്തിൽ വിധു തയ്യാറാക്കിയ മേശവിരിയാണിത്. വെണ്ടയ്ക്ക, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, സവാള എന്നീ പച്ചക്കറികളാണ് ഉപയോഗിച്ചത്. നിങ്ങളും വെജിറ്റബിൾ പ്രിൻറ്റിങ്ങുകൾ തയ്യാറാക്കുക. വെജിറ്റബിൾ പ്രിൻറ്റിങ് ചെയ്തിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തരണം കേട്ടോ. പിന്നെ നമുക്ക് അടുത്തതെന്ന് പറയുന്നത് രൂപങ്ങൾ ചേർത്ത് വയ്ക്കാം, അതുപോലെ തന്നെ നിറം കൊടുക്കാം എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങൾ ചെയ്ത് ഒരുപാട് ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അപ്പോൾ ഇഷ്ടപ്പെടും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ പാരൻസിനൊക്കെ വായിച്ചിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ പറയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ കൂടെ നമുക്ക് ഇനിയും ഒരുപാട് വീഡിയോസ് കാണാം. അതുപോലെ തന്നെ കുഞ്ഞു മക്കളുള്ള അമ്മമാർക്ക് അയച്ചു കൊടുക്കണേ. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.